ഗൗതം, ഈ 5:45 സൈന്യത്തിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട് വൈകുന്നു? അതോ വാർത്താസമ്മേളനം പിന്നീടേക്ക് മാറ്റിയോ? കൃഷ്ണാജയ്, സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണ്. അതിനാൽ തന്നെ ഈ വാർത്താ സമ്മേളനം മാറ്റിയതല്ല, മറിച്ച് രാവിലെ 10 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതും മാത്രമല്ല, ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമാണ്. അപ്പോൾ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ സങ്കീർണവും അതല്ലെങ്കിൽ ഒരു പരസ്യമായ യുദ്ധപ്രഖ്യാപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് രാവിലെ 5:30 വാർത്താ സമ്മേളനം എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്നലെ രാത്രിയിൽ സംഭവിച്ചിട്ടുള്ളത് അത്രത്തോളം വലിയ വിഷയങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായതിനേക്കാൾ അന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചൊക്കെയുള്ള ഒരു ആക്രമണമാണ് നടന്നതെങ്കിൽ ഇന്നലെ അത് മിസൈലുകൾ തൊടുത്തുവിട്ടും അത്രത്തോളം സങ്കീർണമാകുന്ന രീതിയിലേക്ക് ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടുള്ള ആക്രമണം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പാകിസ്ഥാൻ ആരംഭിച്ചു. അതിന് ശക്തമായ മറുപടി ഭാരതം നൽകി. ഭാരതത്തിന്റെ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ ചില മിസൈലുകൾ ഹരിയാനയിൽ പതിച്ചതായും ഹരിയാനയിൽ പാകിസ്ഥാന്റെ മിസൈല് ഭാരതം വെടിവെച്ച് വീഴ്ത്തിയതായും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്ക് ആക്കിയിരിക്കുകയാണ്. മാത്രമല്ല, വാർത്താ സമ്മേളനത്തിന്റെ ഗൗരവം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും നേരിട്ടെത്തി നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ രാത്രിയിൽ നടന്ന യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഇന്നലെ രാത്രിയിൽ നടന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്തായാലും ശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വസ്തുതയാണ്. 3 പാകിസ്ഥാന്റെ എയർബേസുകൾ ആക്രമിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് റാവൽപിണ്ടിയും അതോടൊപ്പം തന്നെ ലാഹോറും ഇസ്ലാമാബാദും ഒക്കെ അടങ്ങുന്ന നഗരങ്ങളിൽ ഭാരതത്തിന്റെ വലിയ പ്രത്യാക്രമണം ഇന്നലെ രാത്രിയിൽ ഉണ്ടായി. മിസൈലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നത്. എയർ സ്പേസ് ഇന്നലെ നമ്മുടെ എയർ സ്പേസ് ഉൾപ്പെടെ കടന്നുകൊണ്ട് 12 മണിക്ക് ശേഷം ഭാരതത്തിന്റെ വ്യോമ അതിർത്തി കടന്നുകൊണ്ട് ഉൾപ്പെടെയുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനാൽ തന്നെ ശക്തമായ തിരിച്ചടിയും അർദ്ധരാത്രിയിൽ പാകിസ്ഥാന് ഭാരതം നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒപ്പം തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ളൊരു വലിയ പ്രഖ്യാപനം തന്നെയാകും ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃഷ്ണരാജ്, ഈ തുടരെ ഭാരതം പറയുന്നുണ്ട്, ഞങ്ങൾ സമവായമാണ് ആഗ്രഹിക്കുന്നത്, അതായത് ഞങ്ങളായിട്ട് അങ്ങോട്ട് വരുന്നില്ല, അടങ്ങിയിരിക്കൂ എന്ന് കഴിഞ്ഞ ദിവസവും വിക്രം മിശ്രി പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇറങ്ങിപ്പുറപ്പെടുന്നു? അതായത് വിവേകത്തിനപ്പുറം വൈകാരികതയാണോ പാകിസ്ഥാനെ നയിക്കുന്നത്? കൃഷ്ണരാജ്, അത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമിതമായ വൈകാരികതയും അതോടൊപ്പം തന്നെ ഈ അനാവശ്യമായ ഇന്ത്യ വിരോധവും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടുള്ള ആക്രമണ പദ്ധതിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതം ഒരു ഘട്ടത്തിലും ഇതൊരു യുദ്ധമാക്കാൻ ശ്രമിക്കുകയോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യ ഘട്ടം പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളോ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളോ ഒന്നും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമല്ല നടന്നിരുന്നത്. മറിച്ച് തീർച്ചയായും ഭാരതം നടത്തിയത് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം മാത്രമായിരുന്നു, പ്രത്യാക്രമണം മാത്രമായിരുന്നു. അതിനാൽ തന്നെ പിന്നീട് എന്തിന് പാകിസ്ഥാൻ ഈ കാണുന്ന രീതിയിൽ വികാരം കൊള്ളണമെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും അതല്ലെങ്കിൽ ഇപ്പോഴത്തെ സൈനിക നേതൃത്വത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ അതിതീവ്രമായ സംഘടനകൾ, ഭീകര സംഘടനകൾ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിലേക്ക് പാകിസ്ഥാനിൽ കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇത് വലിയ തോതിലുള്ള തിരിച്ചടി ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള ഒരു തുടക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രിയിൽ യഥാർത്ഥത്തിൽ വലിയ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഏതാണ്ട് 32 വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി
മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ 14-ാം തീയതി വരെ 32ഓളം വിമാനത്താവളങ്ങൾ അടച്ചിടാനാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അത്രത്തോളം വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല പാകിസ്ഥാന്റെ ചില മിസൈലുകൾ ഹരിയാനയുടെ ഭാഗങ്ങളിൽ വരെ എത്തി എന്ന് പറയുമ്പോൾ ഹരിയാന ഭാരതത്തിന്റെ മധ്യഭാഗത്തുള്ള ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ വരെ മിസൈലുകൾ തൊടുക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അതിനെ ഭാരതം പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യതലസ്ഥാനത്തിന് അടുത്ത് ഹരിയാന വരെയുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിടുവാൻ പാകിസ്ഥാൻ ഇന്നലെ രാത്രിയിൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ശക്തമായ രീതിയിലുള്ള മറുപടി നൽകിക്കൊണ്ട് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിൽ ഇന്നലെ രാത്രിയിൽ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നുവെന്നും പറയുന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ലാഹോറിൽ നേരത്തെ തന്നെ ആദ്യം ഭാരതം സ്ട്രൈക്ക് ചെയ്ത ഒരു ഒന്നായിരുന്നു ലാഹോർ. ആ ലാഹോറിൽ തന്നെ ഇപ്പോൾ വീണ്ടും ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും പ്രത്യാക്രമണം ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അർദ്ധരാത്രിയോടുകൂടി ഇന്നലെ രാത്രിയിൽ ഒരു 9-8 മണിയോടുകൂടി പാകിസ്ഥാൻ പ്രകോപനം ആരംഭിച്ചിരുന്നു. അതിന്റെ തുടക്കം എന്നത് നമ്മൾ ആ ഘട്ടങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തുടക്കം ജമ്മു മേഖലയിൽ, ജമ്മുവിൽ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു. ജമ്മു, സാംബ, അതോടൊപ്പം തന്നെ പൂഞ്ച്, ഹിൻഡ്വാര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കനത്ത ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ നടത്തി. അതിനെ ശക്തമായി തന്നെ ഭാരതം പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചില എയർബേസുകൾ, പ്രത്യേകിച്ച് അവന്തിപുരയിലെ എയർബേസുകളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആദ്യഘട്ടത്തിൽ വന്നത്. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ച് നിർത്തി. പിന്നീട് പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ആദ്യ അനിഷ്ട സംഭവം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. ഫിറോസ്പൂരിൽ ഒരു ഡ്രോൺ ജനവാസ കേന്ദ്രത്തിലേക്ക് പതിക്കുകയും വീടിന് തീ കത്തുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത് അവിടെയാണ്. അതിനുശേഷം പിന്നീട് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അതായത് ഗുജറാത്തിൽ മാത്രം ഇന്നലെ രാത്രി 10 പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഭാരതത്തിന്റെ എയർ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്, അതായത് ഈ സംഘർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ ഗുജറാത്തൊന്നും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രിയിൽ കച്ച് ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും പാകിസ്ഥാൻ ആക്രമണം നടത്തി. അതിനെ കൃത്യമായി തന്നെ നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ പൊക്രാനും ജയ്സൽമീറും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. അങ്ങനെ ഇതൊരു തുടക്കഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിന്നീട് അർദ്ധരാത്രിയോടുകൂടി അത് വലിയ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയും ഇവിടേക്ക് വ്യോമാതിർത്തി ഉൾപ്പെടെ കടന്നുകൊണ്ടുള്ള ആക്രമണങ്ങളും അതുപോലെ മിസൈലുകൾ തൊടുത്തുവിടുകയും ഒക്കെ ചെയ്തു. പട്ടാൻകോട്ടും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിസൈലുകൾ വന്നത്. അതിന് ശക്തമായ തിരിച്ചടി എന്ന നിലയിലാണ് പാകിസ്ഥാനിലേക്ക് ഭാരതത്തിന്റെ മിസൈലുകൾ തൊടുത്തുവിട്ടത് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ രാജ്യത്ത് അടിയന്തരാവസ്ഥ തന്നെ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. ഒരുപക്ഷെ ഈ 10 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥ പോലത്തെ പ്രഖ്യാപനങ്ങൾ വരുമോ, യുദ്ധപ്രഖ്യാപനത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരും. രാവിലെ 5:30 5:45 ഈ വാർത്താ സമ്മേളനം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ സമയം മാറ്റുന്നു. മാത്രമല്ല 5:45 സമയത്ത് വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഓപ്പറേഷൻ സിന്ദൂരിന്റെ 3 വാർത്താ സമ്മേളനങ്ങൾ ഇതുവരെ കണ്ടു. അത് 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയും വിക്രം മിശ്രയും ചേർത്തുകൊണ്ടാണ് ഈ 3 വാർത്താ സമ്മേളനങ്ങളും നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ, അതായത് ഈ മുന്നേറ്റങ്ങൾക്ക്, ഈ ഓപ്പറേഷന് നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് വരികയാണ്. ഒപ്പം വിദേശകാര്യമന്ത്രി നേരിട്ട് വരികയാണ്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ പ്രഖ്യാപനം രാജ്യം കാത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ്. ഒന്നെങ്കിൽ അതൊരു യുദ്ധമാണോ, യുദ്ധത്തിലേക്കുള്ള പ്രഖ്യാപനം ഭാരതം നടത്തുകയാണോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പോലത്തെ പ്രഖ്യാപനങ്ങൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് രാഷ്ട്രം കടക്കുകയാണോ എന്ന് നമുക്ക് അറിയാൻ ഇപ്പോൾ സാധ്യമല്ല. എന്തായാലും ഇതെല്ലാം വളരെ സീക്രട്ടായി കൃത്യമായി ഭാരതത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് അകത്ത് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. 10 മണിയോടുകൂടി നമുക്കിതിലൊരു കൃത്യമായ വിശദാംശങ്ങൾ ലഭ്യമാകും. കൃഷ്ണരാജ്. ഗൗതം, ഈ ഇസ്ലാമാബാദ്, ലാഹോർ, ഷോർട്ട്കോട്ട്, ഝാങ്, റാവൽപിണ്ടി ഇവിടങ്ങളിലൊക്കെ ഇന്ത്യയുടെ കനത്ത തിരിച്ചടി ഉണ്ടായെന്നും സ്ഫോടന ശബ്ദം കേട്ടുവെന്നും പറയുന്നു. കുറച്ചു മുമ്പ് പാകിസ്ഥാൻ സ്ഥിരീകരിച്ച ഒന്നുണ്ട്, റാവൽപിണ്ടി വ്യോമത്താവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ പറയുന്നുമുണ്ട്. അപ്പോൾ ഒരു വശത്ത് ശക്തമായി പ്രതിരോധിക്കുകയും ഭാരതത്തെ ശക്തമായി സംരക്ഷിക്കുകയും മറുവശത്ത് കൃത്യമായ പഴുതുകളിലൂടെ കയറി ആക്രമിക്കുകയും ചെയ്യുന്നു ഭാരത സൈന്യം, അല്ലേ?
ആ അതായത് ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിലും അതോടൊപ്പം തന്നെ ഇവിടെയും ഉണ്ടായിരിക്കുന്നു, റാവൽപിണ്ടിയിലും ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇസ്ലാമാബാദ് തലസ്ഥാന നഗരിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമായ പ്രദേശമാണ്. ആ സ്ഥലങ്ങളിൽ തിരിച്ചടി നടത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ചില ദേശീയ ഏജൻസികൾ റാവൽപിണ്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. റാവൽപിണ്ടിയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന വലിയ തീനാളങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അതിൻ്റെ നാശനഷ്ടങ്ങൾ പലതും തകർന്നു കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാണ്. റാവൽപിണ്ടി എയർബേസ് ഉൾപ്പെടെ ഭാരതം ആക്രമിച്ചത്, അതായത് പാകിസ്ഥാന്റെ 3 പ്രധാനപ്പെട്ട എയർബേസുകൾക്ക് നേരെ ഭാരതം ആക്രമണം നടത്തിയെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഇനിയും ഒരു ക്ലാരിറ്റി നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ 3 എയർബേസുകൾ അടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മിസൈൽ ആക്രമണമാണ് ഭാരതം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പാകിസ്ഥാന് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നു. അതിൽ ഇസ്ലാമാബാദും റാവൽപിണ്ടിയും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഭാരതം മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള ആക്രമണം, അതായത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് തുടക്കമിട്ടത് നമുക്കറിയാം, പാകിസ്ഥാനാണ് ഇതിന് തുടക്കമിട്ടത്. ആദ്യഘട്ടത്തിൽ ഭാരതം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളോ ഒരിക്കലും ലക്ഷ്യമിട്ടിരുന്നില്ല. 9 ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭാരതം മിസൈലുകൾ വർഷിച്ചത്. അതിൽ 5 എണ്ണം നമുക്കറിയാവുന്നതുപോലെ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ POJKയിലെ 5 ഭീകര കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടത്. അതിനുശേഷം പിന്നീട് പഞ്ചാബ് പ്രവിശ്യയിൽ വരുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ലഷ്കർ ഇ തോയ്ബയുടെ മുർഡിക്കെ ഹെഡ്ക്വാർട്ടേഴ്സും ജെയ്ഷെ മുഹമ്മദിന്റെ ബഹാവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സും സിയാൽകോട്ടിലെ ഇന്ത്യൻ ഹിസ്ബുൾ മുജാഹിദീന്റെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ് ഭാരതം ലക്ഷ്യമിട്ടത്. അതിന് മറുപടി എന്ന നിലയിൽ പിന്നീട് ഭാരതത്തിന്റെ സൈനിക കേന്ദ്രങ്ങളും ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ അനാവശ്യമായ പ്രകോപനം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇത് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയത്. ഇതോടുകൂടി ഈ ആദ്യഘട്ടത്തിൽ ലാഹോറിലേക്ക് ഡ്രോണുകൾ പറത്തി അവിടെ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പൂർണ്ണമായിട്ട് തന്നെ ഭാരതം തകർത്തിരുന്നു. അതുകൊണ്ടും പാകിസ്ഥാൻ പഠിച്ചില്ല. ഇന്നലെ രാത്രിയിൽ ഭാരതത്തിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് അനാവശ്യമായ വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്ലാമാബാദും അതുപോലെ തന്നെ ഈ റാവൽപിണ്ടിയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ തിരിച്ചടി ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇസ്ലാമാബാദും ലാഹോറും അടക്കം 5 പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനമുണ്ടായെന്ന് റിപ്പോർട്ട് വരുന്നു. റാവൽപിണ്ടിയിലെ വ്യോമ താവളം ഭാരതം ആക്രമിച്ചു എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ അയക്കുന്ന ഡ്രോണുകളെ, മിസൈലുകളെ ശക്തമായി പ്രതിരോധിക്കുന്നുമുണ്ട്, തകർത്തെറിയുന്നുമുണ്ട് ഭാരതം എന്ന വാർത്തയാണ്. ഏതായാലും ഈ സംഘർഷം ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗൗതം, ഈ അമേരിക്കയുടെ നീക്കങ്ങൾ അത് തുടക്കം മുതൽ തന്നെ ഭാരതത്തിന് അനുകൂലമാണ്. അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് ഭീകരത അതിനെതിരാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ മുന്നേറ്റങ്ങളിൽ ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിനെ പോലെ വലിയ സൈനിക സംവിധാനമുള്ള ഒരു രാഷ്ട്രം ഭാരതത്തിനൊപ്പമാണ്. റഷ്യയുണ്ട്. മറുവശത്ത് ചൈന പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങളുടെ അയൽക്കാരാണ് എന്നാണ്. ഒരുപക്ഷെ പരസ്യമായി തുർക്കി മാത്രമാണ് പ്രതിരോധ സഹായം പോലും പാകിസ്ഥാന് നൽകുന്ന തുർക്കി മാത്രമാണ് പാകിസ്ഥാനൊപ്പമുള്ളതെന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം വിക്രം മിശ്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തുർക്കിഷ് ഡ്രോണുകളാണ് ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ അയച്ചത് എന്ന കാര്യവും. അതായത് എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രം, തുർക്കി മാത്രമാണ് കൃത്യമായ ഒരു പിന്തുണയുമായി ഒപ്പമുള്ളത്. എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ട ഒരു രാഷ്ട്രം, UN സുരക്ഷാ കൗൺസിൽ അടക്കം നിർത്തിപ്പൊരിച്ച പാകിസ്ഥാൻ, എന്നിട്ടും എന്തുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്? ഗൗതം, കൃഷ്ണജയ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങളിലും ഇത്തരം
അനാവശ്യ പ്രകോപനങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. കാർഗിൽ യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം തന്നെ ഇത്തരം അനാവശ്യമായിട്ടുള്ള പ്രകോപനം, പ്രത്യേകിച്ച് ഒരു ജിഹാദി മൈൻഡ് സെറ്റോട് കൂടി നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശൈലിയാണ്. കാരണം കാർഗിൽ യുദ്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം തന്നെ പാകിസ്ഥാനിൽ ഒരു ഭാഗത്ത് സമാധാനത്തിൻ്റെ ചർച്ചകൾ ആ കാലഘട്ടത്തിൽ നടക്കുകയായിരുന്നു. ഭാരതത്തിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ലാഹോറിൽ സമാധാന ചർച്ചകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ ഏതാണ്ട് ധാരണയിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ്, ലാഹോറിൽ ആ സമാധാന ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണെന്ന് പാകിസ്ഥാന്റെ അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ കാർഗിൽ മലനിരകളിലേക്ക് പാകിസ്ഥാൻ പട്ടാളം നുഴഞ്ഞു കയറുകയും പിന്നീട് ഒരു രാജ്യാന്തര അതിർത്തി കടന്ന് വളരെയധികം അകത്തേക്ക് വന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത പിടിച്ചെടുക്കാനുള്ള ശ്രമം ഈ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും ഒപ്പം പാകിസ്ഥാൻ ഭീകരരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് എന്താണ്, പാകിസ്ഥാന്റെ ശൈലി എന്താണ്, വാക്കും പ്രവൃത്തിയും ഏത് ദിശയിലൂടെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പോകുന്നത് എന്ന് കാർഗിൽ യുദ്ധത്തിന്റെ ചരിത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രകോപനങ്ങൾ നടത്തിയും അനാവശ്യമായ അക്രമങ്ങൾ നടത്തുന്നതുമായ ഒരു ശൈലി ആ രാജ്യത്തിനുണ്ട് എന്ന കാര്യം നമുക്ക് വളരെ മുൻപ് തന്നെ അറിയാം. അതിനാലാണ് നയതന്ത്ര തലത്തിലുള്ള സംസാരങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനുമായി നിർത്തിവെച്ചത്. കാരണം ഒരു ചർച്ചയ്ക്ക് പോലും കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് കൃത്യമായി ഭാരതം മനസ്സിലാക്കിയിരുന്നു. അതിനാൽ ഒരു തരത്തിലുമുള്ള നയതന്ത്ര ചർച്ചകൾ വേണ്ട, നയതന്ത്ര ബന്ധങ്ങൾ പാകിസ്ഥാനുമായി വേണ്ട എന്നൊരു തീരുമാനം ഭാരതം എടുത്തതിൻ്റെ തന്നെ കാരണം ഈ രീതിയിൽ ഭീകരതയെ കയറ്റി അയക്കുകയും അനാവശ്യമായി അയൽ രാജ്യങ്ങളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം പാകിസ്ഥാൻ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാനുമായി സ്ഥാനമില്ലാതൊരു നിലപാട് തന്നെ ഭാരതം നേരത്തെ കൈക്കൊണ്ടിട്ടുള്ളത്. ഒപ്പം മറ്റൊരു നിർണായകമായ അപ്ഡേഷനുള്ളത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ളത്, അതായത് രാജ്യ തലസ്ഥാനം ആക്രമിക്കാൻ പോലും പാകിസ്ഥാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. ഈ സിർസ എന്ന സ്ഥലത്ത്, ഹരിയാനയിലെ സിർസയിൽ പാകിസ്ഥാന്റെ ഒരു മിസൈൽ ഭാരതം തകർത്തിട്ടുണ്ട്. ഇത് ഡൽഹി ആക്രമിക്കുവാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന അപ്ഡേഷൻ എന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ അതിനാലാകാം പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും ഒക്കെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്താനുള്ള ശ്രമം നടത്താൻ 10 മണിക്ക് പോകുന്നത് തന്നെ ഒരുപക്ഷെ ഇതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കുന്നതിനാകാം. ഈ ഹരിയാനയിലെ സിർസയിൽ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്ന ഈ മിസൈല് ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ട് വന്നതാണ് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം പാകിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിലേക്ക് ഭാരതം പ്രത്യാക്രമണം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്ലാമാബാദിന്റെ പല ഭാഗങ്ങളിലും വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല മറ്റൊരു അപ്ഡേഷൻ ഉള്ളത് കറാച്ചിയിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നതാണ്. കറാച്ചി റെസിഡൻസ് റിപ്പോർട്ടിംഗ് ഹിയറിംഗ് നോയ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് ബോംബ്സ് റിസൈഡിംഗ് ഓഫ് കറാച്ചി ആർ റിപ്പോർട്ടിംഗ് എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, പാകിസ്ഥാനിലെ വാണിജ്യ നഗരം, അതായത് നമ്മൾ മുംബൈയെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെയുള്ള പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരമാണ്. അവരുടെ പോർട്ട് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലാണ്. മുൻപ് 1971 ഭാരതത്തിന്റെ നേവി 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് വലിയ ആക്രമണം നടത്തി ഈ കറാച്ചി പോർട്ട് തകർത്ത ചരിത്രമൊക്കെ മുൻപ് ഭാരതത്തിന് അവകാശപ്പെടാനുണ്ട്. അങ്ങനെയുള്ള കറാച്ചിയിൽ ഇപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നതാണ്. ചില തീപിടുത്തങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കറാച്ചിയിലും അപ്പോൾ ഭാരതത്തിന്റെ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കറാച്ചിയിലെ തീപിടുത്തം അതല്ലെങ്കിൽ കറാച്ചിയിൽ വലിയ സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ അർദ്ധരാത്രിയിൽ കേട്ടു എന്ന് ജനങ്ങൾ പറയുന്നതായി പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഭാരതത്തിന്റെ പ്രത്യാക്രമണം അവിടെ ഉണ്ടായേക്കാം. ഇസ്ലാമാബാദിൽ ഉണ്ടായിട്ടുണ്ട്, റാവൽപിണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാന്റെ 3 എയർബേസുകൾ തകർത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം ഇവിടേക്ക് ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്ന പാകിസ്ഥാന്റെ ലക്ഷ്യവും ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ തന്നെയാണ്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പട്ടാൻകോട് പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസുകളിൽ ഒന്നാണ് പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിലുള്ള പട്ടാൻകോട്. അവിടേക്ക് ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധംപൂറിലെ എയർബേസ് ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഉദ്ധംപൂർ ജമ്മുവിലാണ്. അങ്ങനെ
ജമ്മുവിലും പട്ടാൻകോട്ടിലും എയർ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അവകാശപ്പെടുകയാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നമ്മുടെ സൈന്യവും നമ്മുടെ രാഷ്ട്രവും നൽകാതെ ഇതിലൊരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ ആക്രമണത്തിന് പ്രതിരോധം എന്ന നിലയിൽ തന്നെ ആകണം ഒരുപക്ഷെ പാകിസ്ഥാന്റെ വിവിധ എയർബേസുകൾ ഭാരതം ആക്രമിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ജലന്ധറിലും അതോടൊപ്പം തന്നെ സിർസയിലുമൊക്കെ പാകിസ്ഥാന്റെ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. അതിൽ ഈ സിർസ ഭാഗത്തേക്ക് വന്ന മിസൈൽ അത് ഡൽഹി ലക്ഷ്യമിട്ട് വന്നതാണ് എന്നതുകൂടി ഇപ്പോൾ സ്ഥിരീകരിക്കാതെ നമുക്ക് ഇത് പറയാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണരാജ്, ഗൗതം, കഴിഞ്ഞ ദിവസം വിക്രം മിശ്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ നിരീക്ഷണ ഡ്രോണുകളെയാണ് ആദ്യം അയച്ചത്. മറ്റൊന്ന് യാത്രാ വിമാനങ്ങളെ മുൻനിർത്തി പിന്നിലൂടെ വന്ന് ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ പാകിസ്ഥാൻ്റെ ഓരോ നീക്കങ്ങളും ചതിയുടെ രാഷ്ട്രമാണവർ എന്ന് വ്യക്തമാക്കുന്നതല്ലേ? കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരം 5:30 നടന്ന വാർത്താ സമ്മേളനം ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും ഗൗരവമുള്ള വിഷയം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് ഭാരതം ഉയർത്തിക്കാണിക്കാൻ പോകുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒന്ന് നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഈ യാത്രാ വിമാനങ്ങളെ കവചമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം യാത്രാ വിമാനങ്ങളെ കവചമാക്കി ഒരിക്കലും യുദ്ധ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നത് അന്താരാഷ്ട്ര നിയമമാണ്. യുദ്ധധർമ്മത്തിൽ അത് പെടുന്നതാണ്. പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് യാത്രാ വിമാനങ്ങളെ പോലും കവചമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ പ്രതിരോധിക്കാനും മറ്റും പാകിസ്ഥാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സൗദി അറേബ്യയിൽ നിന്നും ഈ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് വരികയായിരുന്ന ഒരു വിമാനം, അതായത് ഭാരതം പാകിസ്ഥാനിലേക്ക് പ്രത്യാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഈ വിമാനം അതുവഴി കടന്നു പോകുകയും മറ്റും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വ്യോമപാത പോലും അടയ്ക്കാതെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇങ്ങോട്ട് നടത്തിയത്. പിന്നീട് ഭാരതം തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ ഈ വിമാനങ്ങൾ അതുവഴി സഞ്ചരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ തോതിലുള്ള രാജ്യാന്തര സമൂഹത്തിന്റെ ഇടയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് വരും ദിവസങ്ങളിൽ കാരണമാകുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഭാരതം 2 വിഷയങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരുന്നത് വൈകുന്നേരം. അതൊന്ന് ഈ ചൂണ്ടിക്കാണിച്ച യാത്രാ വിമാനങ്ങൾ ഈ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ കടന്നു പോവുകയും വ്യോമപാത അടയ്ക്കാതെ ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ ഈ എയർ സ്ട്രൈക്കും അതോടൊപ്പം ഈ മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള സ്ട്രൈക്കിന് ശ്രമിച്ചു എന്നതായിരുന്നു ഒരു വിഷയം. മറ്റൊന്ന് ഗുരുദ്വാരയും മറ്റും ആക്രമിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നീക്കമായിരുന്നു. കാരണം പൂഞ്ചിൽ ഒരു വലിയ ഗുരുദ്വാര പൂർണ്ണമായി തന്നെ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തകർന്നു. ആ ഗുരുദ്വാരയിലെ പ്രധാനപ്പെട്ട സിഖ് മത മേധാവി അദ്ദേഹവും അവിടെ അതായത് അദ്ദേഹവും അവിടെ മരണപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞത് ഈ ഗുരുദ്വാര ഭാരതം ആക്രമിച്ചു എന്നൊരു തെറ്റിദ്ധാരണ രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന കൂടി ഉണ്ടായി. ഭാരതമാണ് ഈ ഗുരുദ്വാര ആക്രമിച്ചത് എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവന, പാകിസ്ഥാന്റെ പ്രസ്താവന. അപ്പോൾ അതിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ നഗരങ്ങൾ ആക്രമിച്ചു എന്ന വളരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് സിഖ് മതവിശ്വാസികൾക്കിടയിൽ ഭാരതത്തിനെതിരെ ഒരു വികാരം രൂപപ്പെടുത്തുക എന്നതാണ്. നമുക്കറിയാം, ഭാരതം ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ 140 കോടി ജനങ്ങളും ഒരേ വികാരത്തോടു കൂടി നിൽക്കുകയാണ്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കണമെന്ന വികാരം ഭാരതത്തിലെ മുഴുവൻ സമൂഹത്തിനുമിടയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഗുരുദ്വാര ഭാരതം തന്നെ ആക്രമിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ തെറ്റായ പ്രചരണം, കള്ളപ്രചരണം, പച്ചക്കള്ളം പ്രചരണം പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നടത്തിയത്. അതിനെയും വിദേശകാര്യ സെക്രട്ടറി രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ 10 മണിക്കത്തെ വാർത്താ സമ്മേളനം വളരെ വളരെ നിർണായകമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും നടത്തുന്ന ഈ വാർത്താ സമ്മേളനം തീർച്ചയായും എന്തോ വലിയ പ്രഖ്യാപനത്തിലേക്ക് രാഷ്ട്രം പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണെന്ന കാര്യത്തിൽ സംശയമില്ല.